ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതാണ് ആ ചാപ്റ്റർ? നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ അല്ലേ? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഡിലേ ഒന്നും ഇല്ലാതെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ബ്ലഡിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ബോഡിയിൽ പല സ്ഥലങ്ങളും മുറിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് വരും. അപ്പം ബ്ലഡിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ബ്ലഡിൻ്റെ കളർ എന്താ മക്കളെ? റെഡ് കളറാണ് നമ്മുടെ ബ്ലഡിന്. അതെന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഈ ബ്ലഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിനകത്ത് എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത്? നമ്മൾ ഈ റെഡ് കളറിൽ കാണുന്ന സാധനത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അതിൽ 50% എന്താണ് മക്കളെ? പ്ലാസ്മയാണ് ഉള്ളത് കേട്ടോ. അതിൽ ബ്ലഡ് എടുത്താൽ അതിൽ 55% എന്താണ്? പ്ലാസ്മയാണ്. ആൻഡ് നമുക്കൊരു റിമൈനിങ് ആയിട്ടുള്ള 45%ലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ബ്ലഡ് സെൽസിനെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ പ്ലാസ്മയിൽ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ അതിലും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്ലാസ്മയിലുള്ള മെമ്പേഴ്സ് അല്ലെ, ഇപ്പോൾ പ്ലാസ്മേൻ്റെ കമ്പണൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. അപ്പോൾ പ്ലാസ്മ എടുത്തു കഴിഞ്ഞാൽ അതിൽ 92% എന്താണ്? വാട്ടറാണ്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു 8% ആണ് ബാക്കി എന്തെങ്കിലും പ്ലാസ്മയിലുണ്ടെങ്കിൽ അതുണ്ടാവുന്നത്. ആൻഡ് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് അതിനകത്ത് 6 to 8% വരുന്നത്. അപ്പം വാട്ടർ 90 to 92% ഉണ്ട്, 6 to 8% പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ആരൊക്കെയാണെന്ന് നോക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ, ഓർത്ത് വെച്ചിരിക്കുക. പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ പേരാണ് നമ്പർ 1 ആൽബുമിൻ, നമ്പർ 2 ഗ്ലോബുലിൻ ആൻഡ് നമ്പർ 3 ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് എന്താണെന്നും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. കാരണം എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. ആൽബുമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലോബുലിൻ എടുത്താൽ എന്താണ്? ഗ്ലോബുലിൻ ഡിഫൻസ് മെക്കാനിസം, നമ്മൾ ആൻറ്റിബോഡി ആൻറ്റിജൻ ഇൻറ്ററാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന ആളാണ് നമ്മുടെ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈബ്രിനോജൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിന്. നമ്മൾ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻസ്. അപ്പോൾ ഈ 3 പ്ലാസ്മ പ്രോട്ടീനും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലാസ്മയിലുള്ള മറ്റാൾക്കാരാണ് മിനറൽസ്. ഡെഫിനറ്റ്ലി മിനറൽസ് ഉണ്ടാവും. ഏതൊക്കെ മിനറൽസ് ആണെന്ന് നോക്കിയോ. Na+ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, HCO3 അല്ലേ, കാർബണേറ്റ് ബൈകാർബണേറ്റ്സ് ഉണ്ട്, ആൻഡ് ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലോറൈഡ് അയൺ ഉണ്ട്. അപ്പോൾ ഇത്രയും മിനറൽസും എന്തിൽ കാണാനായിട്ട് പറ്റും? നമ്മുടെ പ്ലാസ്മയിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ട്. ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? അമിനോ ആസിഡ്സ് വരുന്നുണ്ട്, ഗ്ലൂക്കോസ്, ലിപ്പിഡ്സ്, ഇതൊക്കെ ബയോമോളിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ്. ഇതെല്ലാം നമുക്ക് പ്ലാസ്മയിൽ കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ ഒരു ടേം നമുക്ക് കാണാം, സിറം എന്ന് പറയുന്ന ടേം അല്ലേ? സിറം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടറിനെയാണ് നമ്മൾ സിറം എന്ന് പറയുന്നത്. അതായത് പ്ലാസ്മ എടുത്തു, അതിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്താൽ ആ കിട്ടുന്ന സാധനത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സിറം എന്ന് വിളിക്കും കേട്ടോ. അപ്പം സിറവും പ്ലാസ്മയും മാറിപ്പോകരുത്. പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടറാണ് സിറം എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് സെക്കൻഡ് അല്ലേ 45% എന്താന്ന് പറഞ്ഞു? നമ്മുടെ ബ്ലഡിൻ്റെ ഫോംഡ് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോംഡ് എലമെൻറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കിക്കോ. എരിത്രോസൈറ്റ്സ് വരുന്നുണ്ട്. എരിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ RBC ആണ് എരിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വരുന്നത് എന്താണ്? ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുന്ന WBC ആണ് നെക്സ്റ്റ് മെമ്പർ. അതിനുശേഷം വരുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മുടെ ഫോംഡ് എലമെൻറ്റ്സിൽ വരുന്നു. റിമൈനിങ് 45% വരുന്നവരാണ് ഇതെല്ലാം. ഇനി ഇതിനകത്ത് RBC എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് അല്ലേ, ഒരു ഡിസ്ക് ഷേപ്പിലിരിക്കുന്നതാണ് RBC എന്ന് പറയുന്നത്. അതിൻ്റെ എണ്ണം ഏകദേശം 5 to 5 മില്യൺ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവും. അതായത് 3 mm ബ്ലഡിൽ അത്രയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ കോൺകേവ് ഷേപ്പാണ്. അതായത് ഉള്ളിലായിട്ട് ഇത്തിരി കുഴിഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്കൊരു മുട്ടായി ഉണ്ടല്ലോ, മറ്റേ സൊലാനോയോ അങ്ങനെ പണ്ടുണ്ടായിരുന്ന ഒരു മുട്ടായിയാണ്, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല.
അപ്പോൾ അങ്ങനെയുള്ള ചില ക്യാൻഡീസിലൊക്കെ ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് നമുക്ക് കാണുക. അപ്പം നമ്മുടെ അങ്ങനെ ഇരിക്കും നമ്മുടെ ആരുടെ ഷേപ്പ്, RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ആൻഡ് റെഡ് കളേർഡ്, നമുക്കറിയാം റെഡ് കളർ എന്തുകൊണ്ടാണ്, ഈ RBCക്കകത്താണ് ആരുള്ളത്, നമ്മുടെ ഹീമോഗ്ലോബിൻ ഇരിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത് RBCക്കകത്താണ്. ഇനി ഒരു ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിൽ എത്രമാത്രം ഹീമോഗ്ലോബിൻ ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ 12 to 16 gram ആണ്. ഒരു 100 ml ബ്ലഡ് എടുക്കുമ്പോൾ 12 to 16 ഗ്രാമോളം എന്ത് വേണം, ഹീമോഗ്ലോബിൻ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ എന്താ വിളിക്കുക, യെസ് അനീമിക് ആണെന്ന് നമ്മൾ പറയും അല്ലേ. ഇനി രണ്ടാമത്തെ ആൾക്കാരാണ് നമ്മുടെ WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് എന്നും പറയും. അപ്പോൾ അവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഓൺലി 6000 to 8000 ഉള്ളൂ. മറ്റേതിനേക്കാളും വളരെ കുറവാണ് നമ്മുടെ WBCയുടെ എണ്ണം എന്ന് പറയുന്നത്. ആൻഡ് അവരെന്താണ്, ന്യൂക്ലിയേറ്റഡ് ആണ്, ആൻഡ് അമീബോയിഡ് സെൽസ് ആണ്, ലെസ് ഇൻ നമ്പർ ആണ്, ഏറ്റവും കുറവ് നമ്പറാണ് കാണാൻ പറ്റുന്നത്. ബോൺ മാരോയിൽ നിന്നാണ് അവർ ഉണ്ടായി വരുന്നത്. ആൻഡ് ഇത് തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഗ്രാനുലോസൈറ്റ്സ് എന്നും ഗ്രാനുലോസൈറ്റ്സ് എന്നും. അപ്പോൾ ഇതിനകത്ത് ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഗ്രാന്യൂൾസ് ഉണ്ടാവും കേട്ടോ. ഗ്രാന്യൂൾസ്, സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് പ്രസൻ്റ് ആണെങ്കിൽ അതിനെ ഗ്രാനുലോസൈറ്റ്സ് എന്നാണ് വിളിക്കുക. ഇനി ഗ്രാന്യൂൾസ് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും, ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിൽ വരുന്ന ബേസോഫിൽ, ന്യൂട്രോഫിൽ ആൻഡ് ഈസിനോഫിൽ. എല്ലാ ഫില്ലുകളും ഗ്രാനുലോസൈറ്റ്സിലാണ് വരുന്നത്. ആൻഡ് ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് മോണോസൈറ്റും ലിംഫോസൈറ്റും. സൈറ്റുകളെല്ലാം ഗ്രാനുലോസൈറ്റ്സിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫില്ലും സൈറ്റും വെച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഗ്രാനുലോസൈറ്റ്സിൽ നമുക്ക് വരുന്ന ആൾക്കാർ പറഞ്ഞു, ന്യൂട്രോഫിലുണ്ട്, ഈസിനോഫിലുണ്ട്, ബേസോഫിലുണ്ട്. ഈ 3 ആൾക്കാരാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ന്യൂട്രോഫിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാഗോസൈറ്റോസിസ് ആണ് ന്യൂട്രോഫിൽ ചെയ്യുന്നത്. ഇനി ഫാഗോസൈറ്റോസിസ് വേറൊരാളും കൂടെ ചെയ്യുന്നുണ്ട്, നമ്മുടെ മോണോസൈറ്റ്, അതിലേക്ക് നമുക്ക് വരാം. അപ്പം നമ്മുടെ ഫാഗോസൈറ്റോട്ടിക് സെൽസ് ആണ്, അതായത് എന്താണ്, ഈ വിഴുങ്ങി നശിപ്പിക്കുക എന്ന് പറയില്ലേ, അതായത് ഫോറിൻ ബോഡീസ് വരുമ്പം അതിനെ വിഴുങ്ങി നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ന്യൂട്രോഫിൽ ചെയ്യുന്നത്. ആൻഡ് ഈസിനോഫിൽ ചെയ്യുമ്പം, ഈസിനോഫിൽ എന്ന് പറയുമ്പോൾ തന്നെ മക്കളുടെ മനസ്സിലോട്ട് ഓടി വരണം എന്താണ്, അലർജി എന്ന് ഓടി വരണം. കാരണം എന്താ, ഇത് അലർജിക് റിയാക്ഷൻസ് അല്ലേ, അലർജി ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ആർക്കുള്ളത്, ഈസിനോഫിലിനുള്ളത്. അപ്പോൾ ഈസിനോഫിലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയോ, റെസിസ്റ്റ് ഇൻഫെക്ഷൻ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് അലർജിക് റിയാക്ഷൻസ്. അലർജിക് റിയാക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈസിനോഫിൽസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ഗ്രാനുലോസൈറ്റ് ആണ് നമ്മുടെ ബേസോഫിൽ എന്ന് പറയുന്നത്. ബേസോഫിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. RBCക്കകത്ത് WBCക്കകത്ത് തന്നെ വളരെ കുറഞ്ഞ അളവിലുള്ള ആളാണ് നമ്മുടെ ബേസോഫിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്നറിയോ, ദേ സെക്രീറ്റ് ഹിസ്റ്റമിൻ, സിറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ. ഈ 3 സാധനങ്ങളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ചെയ്യുമ്പം ബേസോഫിലാണ് മക്കളെ ഓർത്ത് വെക്കേണ്ടത്. അവരുണ്ടാക്കുന്നത് ഹിസ്റ്റമിൻ, അതുപോലെ തന്നെ സിറോട്ടോണിൻ, ഹെപ്പാരിൻ എന്ന് പറയുന്ന 3 ആൾക്കാരെയാണ്. ഓക്കെ, ഇനി ഗ്രാനുലോസൈറ്റ്സിലോട്ട് നമുക്ക് വരാം. ഗ്രാനുലോസൈറ്റ്സിൽ പറഞ്ഞു അല്ലേ, ലിംഫോസൈറ്റ്സും വരുന്നുണ്ട്, മോണോസൈറ്റും വരുന്നുണ്ട്. അതിനകത്ത് ലിംഫോസൈറ്റിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ലിംഫോസൈറ്റ്സ് ഉണ്ട്. എന്താണ്, ബി ലിംഫോസൈറ്റ് ഉണ്ട്, T ലിംഫോസൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ബി ലിംഫോസൈറ്റ്, ബി എന്ന് പറയുമ്പോൾ തന്നെ ബോൺ ആയിട്ടുള്ള റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ബോൺ മാരോയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ആ ബി എന്ന് പറയുന്ന നെയിം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബി ലിംഫോസൈറ്റ് ബോൺ മാരോയിൽ നിന്നും ഉണ്ടാവുന്നതാണ്. അപ്പോൾ T ലിംഫോസൈറ്റ് എവിടുന്നാ, തൈമസിൽ നിന്നും ഉണ്ടാവുന്നതാണ് T ലിംഫോസൈറ്റ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, ഇമ്മ്യൂൺ റെസ്പോൺസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിംഫോസൈറ്റുകൾ ഉള്ളത്. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസസ് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. ഇത് ലാർജസ്റ്റ് WBC ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ന്യൂക്ലിയസിന്, നമുക്കറിയാം WBCക്ക് എല്ലാം ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസിന് എന്ത് ഷേപ്പാണ്, ഒരു കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക അല്ലേ. ആൻഡ് ഇവർ ചെയ്യുന്നത് എന്താണ്, ഫാഗോസൈറ്റോസിസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മോണോസൈറ്റ് വരുന്നുണ്ടെന്ന്, ഫാഗോസൈറ്റോസിസ് ഇവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇത്രയും നമ്മുടെ ഗ്രാനുലോസൈറ്റ്സും
ഗ്രാനുലോസൈറ്റ്സിൻ്റെയൊക്കെ ന്യൂക്ലിയസിൻ്റെ ഒരു ടൈപ്പ് അല്ലേ. ഒരു നമുക്കിവിടെ ബി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും തന്നിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ ചോദിക്കാം. ചിലപ്പോൾ മോണോസൈറ്റിൻ്റെ ഒരു ന്യൂക്ലിയസ് എങ്ങനെയാണ്, ബീൻ ഷേപ്ഡ് ആണ്, ന്യൂട്രോഫിലിൻ്റെ ലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഈസിനോഫിലിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നൊരു ബ്ലഡ് സെല്ലാണ് നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സിന് നമുക്ക് വേറൊരു പേര് കൂടി ഉണ്ട്, ത്രോംബോസൈറ്റ് എന്നാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിനെ വിളിക്കുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ്സിന് കളറുണ്ടോ? ഇല്ല അല്ലേ, കളർ ഇല്ലാത്ത ആൾക്കാരാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് നോൺ ന്യൂക്ലിയേറ്റഡ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ എണ്ണം നോക്കിക്കേ, 1,50,000 മുതൽ 3,50,000 വരെ അത്രയും പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് റിഡക്ഷൻ ഇൻ ദെയർ നമ്പർ ലീഡ് ടു ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്. നമുക്ക് ക്ലോട്ടിങ് ചെയ്യുന്ന ആൾക്കാർ അവിടെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താവും? ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് വരും അല്ലേ. അത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലഡ് സെൽസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലേക്കാണ്. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ABO ഗ്രൂപ്പും ഉണ്ട് ആൻഡ് RH ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ RH ഗ്രൂപ്പിനെ D എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? A വരും, B വരും, AB വരും, ഇത് കൂടാതെ Oയും വരും. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതെന്താണ്? നമ്മുടെ RBCക്കകത്തെ പ്രോട്ടീൻസ് അല്ലെ, ആൻറ്റിജൻസ് പ്രസൻറ്റ് ഓൺ ദി RBCക്കകത്തെ ആൻറ്റിജൻസ് ഏത് ടൈപ്പ് ആൻറ്റിജൻ ആണോ പ്രസൻ്റ് ആയിരിക്കുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആൻറ്റിബോഡീസ് നോക്കുമ്പോൾ ആൻറ്റിബോഡീസ് എവിടെയായിരിക്കും ഉണ്ടാവുക? പ്ലാസ്മയിലായിരിക്കും കാണാനായിട്ട് പറ്റുക. ആൻഡ് ആൻറ്റിജൻസ്, ആൻറ്റിബോഡി അല്ലേ, ആൻറ്റിജൻസ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻറ്റിബോഡീസിനെ നമ്മളെപ്പോഴും സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ഏതെല്ലാം ആൻറ്റിജൻസ് ഉണ്ടാവും, ഏതെല്ലാം ആൻറ്റിബോഡീസ് ഉണ്ടാവും എന്ന് ഓർത്ത് നോക്കിയേ. ABക്ക് ക്യാപിറ്റൽ A എന്ന് പറയുന്നത് AB ഇങ്ങനെയല്ലേ ഡിനോട്ട് ചെയ്യുന്നത്? AB എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ആൻറ്റിജൻ Aയും ഉണ്ടാവും, ആൻറ്റിജൻ Bയും ഉണ്ടാവും. 2 ആൻറ്റിജൻസും ഉണ്ടാവും കേട്ടോ. ബോത്ത് ആർ ആൻറ്റിജൻസ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആൻറ്റിബോഡീസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ A എന്ന് പറയുന്ന ആൾക്ക് ആൻറ്റിജൻ Aയും ആൻറ്റിജൻ A ആൻറ്റിബോഡി Bയുമായിരിക്കും, ആൻറ്റിബോഡി Bയുമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ B എന്ന് പറയുന്ന ആൾക്ക് എന്താണ്? ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയുമായിരിക്കും ഉണ്ടാവുക. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ AB എന്ന് പറയുമ്പോൾ അവിടെ 2 ആൻറ്റിജൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ആൻറ്റിബോഡീസ് ഒന്നുമില്ല. ഇനി Oയിനെ എടുത്ത് നോക്കിയേ. നമ്മൾ O എന്ന് പറയുന്ന ഗ്രൂപ്പിനെ എടുത്താൽ നോ ആൻറ്റിജൻസ് അല്ലേ, നോ ആൻറ്റിജൻസ്. അതുകൊണ്ടാണ് O എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിന് പേര് വന്നത്. ആൻഡ് ആൻറ്റിബോഡീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ Aയും Bയും ആൻറ്റിബോഡീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി A ആൻറ്റി B എന്ന് പറഞ്ഞത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം അല്ലേ, ബ്ലഡ് ഗ്രൂപ്പ് A എന്ന് പറയുന്നതിൽ ആൻറ്റിജൻ A ഉണ്ട്. ആൻഡ് ആൻറ്റിബോഡി ഏതാണ്? ആൻറ്റി B എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡോണേഴ്സ് ഗ്രൂപ്പ്, ഇവർക്ക് ആർക്കൊക്കെ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാം എന്ന് നോക്കാം. A എന്ന് പറയുന്ന ഗ്രൂപ്പുകാർക്ക് ആരുടെയൊക്കെ അടുത്ത് നിന്ന് ബ്ലഡ് വാങ്ങിക്കാൻ പറ്റും? Aയിൽ നിന്നും ബ്ലഡ് വാങ്ങിക്കാൻ പറ്റും, അതുപോലെ Oയിൽ നിന്നും ബ്ലഡ് വാങ്ങിക്കാൻ പറ്റും. കാരണം എന്താണ്? Oയിൽ ആൻറ്റിജൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് റിയാക്ഷൻ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഈ O എന്ന് പറയുന്ന ഗ്രൂപ്പ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. ആൻഡ് AB എന്ന് പറയുന്ന ഗ്രൂപ്പ് നോക്കിക്കേ. AB എന്ന് പറയുന്ന ഗ്രൂപ്പിന് എല്ലാവരുടെ അടുത്തു നിന്നും വാങ്ങിക്കാൻ പറ്റും അല്ലേ, എല്ലാവരുടെ അടുത്തു നിന്നും വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് AB എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അക്സെപ്റ്റർ ആയിട്ടും O എന്ന് പറയുന്ന ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുമാണുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഡോണേഴ്സിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. ഡോണറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ ആർക്കൊക്കെ വാങ്ങിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് വരുന്ന RH ഗ്രൂപ്പിംഗ് അല്ലെ, RH ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ D ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? റീസസ് മങ്കീസിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത്. ആൻഡ് ഈ റീസസ് മങ്കീസിൽ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്ക് RH എന്ന് പറയുന്ന ഇത് വന്നത്. അപ്പോൾ RH ആൻറ്റിജൻ പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പോസിറ്റീവ് ആണെന്നാണ്. അതായത് നമ്മളിപ്പം ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ O പോസിറ്റീവ്, A പോസിറ്റീവ്, B പോസിറ്റീവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ RH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടും RH ഇല്ലാത്തതിനെ നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഡിസീസ് എങ്ങനെ വരുന്നു നോക്കിക്കേ. ഇവിടെ ഒരു RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരമ്മ RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നു. ഒരു ആള് RH പോസിറ്റീവ് ആയിട്ടുള്ള ആളെ കല്യാണം കഴിക്കുന്നു. അവർക്കുണ്ടാകുന്ന കുട്ടിക്ക് RH പോസിറ്റീവാണ് ബ്ലഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നമ്മുടെ ആ ജസ്റ്റേഷണൽ പീരീഡിലും അതുപോലെ തന്നെ ആ പാർച്ചുറേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രസവം നടക്കുന്ന സമയത്തൊക്കെ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ മിക്സപ്പ് ആവുമ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള അമ്മയുടെ ബോഡിയിലോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് വരും. അപ്പോൾ അമ്മയുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ഈ ബ്ലഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾ വന്നപ്പോൾ ഇതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആൻറ്റിബോഡീസ് ഓൾറെഡി ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസ് അവിടെ ക്രിയേറ്റ് ആവും. ഇനി നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ വീണ്ടും ഇങ്ങനെ വേറൊരു കുട്ടി നെഗറ്റീവ് ബ്ലഡുള്ള കുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ബ്ലഡ് ഈ ഒരു ആ കുട്ടിക്ക് എന്ത് ചെയ്യും, ഈ ആൻറ്റിബോഡീസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കുട്ടിയുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ തുടങ്ങും. പിന്നെ കുട്ടിക്ക് വളരെ മരണം വരെ സംഭവിക്കും, കുറേ അസുഖങ്ങൾ വരാനൊക്കെ ചാൻസ് ഉണ്ടാവും. അതാണ് നമ്മുടെ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഡിസീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിന് ശേഷം നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, നമ്മുടെ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിലേക്ക്. അപ്പോൾ ബ്ലഡ് എങ്ങനെയാണ് ക്ലോട്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പിലൂടെ നമുക്ക് ബ്ലഡ് കൊയാഗുലേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലഡ് നമുക്കൊരു മുറിവൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബ്ലഡ് പുറത്തോട്ട് വരിക അല്ലേ. അപ്പോൾ കുറേ ബ്ലഡ് ആ ഒരു ചെറിയ മുറിവിൽ കൂടെ തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന മെക്കാനിസമാണ് ഈ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിൽ പ്രോത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. പ്രോത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഫോം എപ്പോഴും ഇനാക്റ്റീവ് ഫോം ആയിരിക്കും മക്കളെ. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഒരു പ്രസൻസിൽ എന്താവും, കാൽഷ്യത്തിൻ്റെ പ്രസൻസിൽ ത്രോംബോപ്ലാസ്റ്റിനായിട്ട് മാറും. അതായത് ഇവിടെ ഇങ്ങനെ ഒരു സെല്ലിൽ മുറിവുണ്ടായി ആ ഒരു ഭാഗത്തുള്ള അവിടെ കൊയാഗുലേഷൻ നടക്കണമെന്ന് വരുമ്പോൾ ഈ ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബോപ്ലാസ്റ്റിനായിട്ട് മാറും. ഇനി ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റണം. അപ്പോൾ ഈ ത്രോംബിനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ത്രോംബോപ്ലാസ്റ്റിൻ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കാൽഷ്യം അയോൺസും വൈറ്റമിൻ കെയും വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ആക്ഷനിലൂടെ ത്രോംബിനായിട്ട് മാറുകയാണ്. ആൻഡ് ഈ ത്രോംബിൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റാണ്. അപ്പോൾ ഈ ഓജൻ ഫൈബ്രോജൻ എന്നാണ് അവിടെ കൊടുത്തത്, പക്ഷെ ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്ന ആളാണ് ത്രോംബിൻ. അപ്പോൾ ഈ ഫൈബ്രിൻ എലമെൻസിലെ ഫൈബ്രിൻ പോളിമേഴ്സ് ആയിട്ട് മാറും, കുറേ ഫൈബ്രിൻ ത്രെഡ്സ് ആയിട്ട് ഫോം ചെയ്യും. ഇങ്ങനെ അത് ബ്ലഡ് സെൽസുമായിട്ട് ആ ഭാഗത്തുള്ള ബ്ലഡ് സെൽസുമായിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ ഒരു ക്ലോട്ട് പോലെ ഒരു ഇതുപോലെ ഫോം ചെയ്തിട്ട് അങ്ങനെയാണ് ആ ബ്ലഡ് ക്ലോട്ടിങ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോഡിയിൽ നമ്മുടെ വെസൽസിൽ കൂടെയാണ് ബ്ലഡ് ഇങ്ങനെ പോകുന്നത് അല്ലേ. അതിനകത്ത് കുറേ പെർഫറേഷൻ ചെറിയ ചെറിയ ഓട്ടകളുണ്ടാവും. അപ്പം അതിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ ലിംഫായിട്ട് കുറേ ഫ്ലൂയിഡ് പാർട്ട് ഊർന്നിറങ്ങും. അതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിംഫിൽ എന്തൊക്കെയാണുള്ളത്, എന്താണ് നമ്മുടെ RBC ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ ലിംഫിലായിട്ട് കാണാനായിട്ട് പറ്റും. ആൻഡ് ലിംഫിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഹോർമോൺസിനെയും ന്യൂട്രിയൻസിനെയും ഒക്കെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ ലാക്ടിയൽസ് അല്ലെ ഇൻറ്റസ്റ്റൈനൽ വില്ലയിൽ വെച്ചിട്ട് ഫാറ്റിൻ്റെ അബ്സോർപ്ഷനും ലിംഫ് നടത്തുന്നുണ്ട്. ആൻഡ് സർക്കുലേറ്ററി പാത്വേസിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. 2 ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി പാത്വേസ് ആണ് കാണാൻ പറ്റുക. ഓപ്പൺ സർക്കുലേറ്ററി പാത്വേയും ക്ലോസ്ഡ് സർക്കുലേറ്ററി പാത്വേയും. ഓപ്പൺ സർക്കുലേറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാറ്റ പോലെയുള്ള ജീവികളിലൊക്കെ കാണാനായിട്ട് പറ്റും. എന്താണ് ഓപ്പൺ സർക്കുലേറ്ററി, അവിടെ പ്രത്യേകം വെസൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാത്വേ ഇല്ല നമ്മുടെ ബ്ലഡിനൊന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ആൻഡ് ആർത്രോപോഡയും മൊളസ്കയൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കുറേ ചേമ്പേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ കുറേ ബ്ലഡ് വെസൽസ് ഉണ്ടാവും ബ്ലഡിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ ബ്ലഡ് എല്ലാം കടന്നു പോകുന്നത്. അങ്ങനെയാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതെല്ലാം അതായത് നമ്മൾ മാമൽസിലെല്ലാം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് കാണാൻ പറ്റുന്നത്. അതായത് വെർട്ടിബ്രേറ്റ്സിലൊക്കെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇനി ഹാർട്ടിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർട്ടാണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് 2 ചേമ്പേർഡ് ഹാർട്ട്. ഇത്രയും മാത്രം നിങ്ങളിതിൽ മനസ്സിലാക്കിയാൽ മതി. 2 ചേമ്പേർഡ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഏട്രിയോ ഒരു വെൻട്രിക്കിളും ആണ് അവിടെ വരുന്നത്. എക്സാമ്പിൾ
ഫിഷസ് ആണ്. ആൻഡ് 3 ചേംബേർഡ് ഹാർട്ട് എന്ന് പറയുന്നത് ആംഫിബിയൻസിൽ വരുന്നതാണ്. അവിടെ 2 ഏട്രിയവും ഒരു വെൻട്രിക്കിളും വരും. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? നമ്മുടെ ക്രോക്കഡൈൽ ഉണ്ടല്ലോ, ക്രോക്കഡൈൽ എന്ന് പറയുന്നതിന് 4 ചേംബേർഡ് ഹാർട്ടാണ്. ബാക്കി എല്ലാ ആംഫിബിയൻസിനും എന്താണ്? 3 ചേംബേർഡ് ഹാർട്ടാണ് ഉണ്ടാവുക. 2 ഏട്രിയും ഒരു വെൻട്രിക്കിളും ആണ് ഉണ്ടാകുന്നത്. ഇനി 4 ചേംബേർഡ് ഹാർട്ട് ആരിലൊക്കെ വരും? നമ്മുടെ ബേർഡ്സിലും മാമൽസിലും അതുപോലെ തന്നെ ക്രോക്കഡൈൽസിലും നമുക്ക് 4 ചേംബേർഡ് ഹാർട്ടാണ് കാണാൻ പറ്റുക. 2 ഏട്രിയം 2 വെൻട്രിക്കിൾ, ഇതാണ് ചേംബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡും ഉണ്ട്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹാർട്ടിൽ കൂടെ തന്നെ 2 തവണ ഇങ്ങനെ ബ്ലഡ് കയറി ഇറങ്ങുന്നുണ്ട്. ഒരേ ബ്ലഡ് 2 തവണ കയറി ഇറങ്ങുന്നതിനെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡബിൾ സർക്കുലേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പം അതിൽ എത്രയാണ്? 4 ചേംബേർഡ് ഹാർട്ടാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ബ്ലഡ് വെസൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് വെസൽസ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക മക്കളെ, എന്തൊക്കെയാണ് നമ്മുടെ ഹാർട്ടിലുള്ളതെന്ന്. ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട് അല്ലേ. അതിനുശേഷം നമുക്ക് കുറേ വെസൽസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ വെസൽസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഹാർട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് പെരികാർഡിയം എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ. അപ്പോൾ ഈ മെംബ്രെയിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് 1 വേർഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഈ പെരികാർഡിയം എന്ന് പറയുന്ന ആ ഒരു മെംബ്രെയിൻ. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് 4 ചേംബേർഡ് ആണ്. 2 അപ്പർ ചേംബേഴ്സ് ഉണ്ട്, ചെറുതാണ്, അതിൻ്റെ പേരാണ് ഏട്രിയം. പിന്നെ കുറച്ചും കൂടെ വലിയ തിക്ക് വോൾഡ് ആയിട്ടുള്ള ലോവർ ചേംബേഴ്സ് ആണ്, അതിൻ്റെ പേരാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയിലെല്ലാം നമുക്ക് വാൽവ്സും കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ക് ഫ്ലോ തടയാൻ വേണ്ടി, ബ്ലഡ് അങ്ങോട്ടേക്ക് തിരിച്ച് തന്നെ ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാൽവ്സും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ വാൽവ്സ് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് വാൽവ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. ഏട്രിയോ വെൻട്രിക്കുലാർ അല്ലെങ്കിൽ ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ് ഉണ്ട്, AV വാൽവ് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കും. അത് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ട്രൈകസ്പിഡ് വാൽവും ഒന്ന് ബൈകസ്പിഡ് വാൽവും. അപ്പോൾ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 കസ്പിഡുകളുണ്ട്. 3 കസ്പിഡ് ഇങ്ങനെ 2 ഒരു ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ് ഇരിക്കുന്നത്. അതിന് 3 കസ്പിഡുകൾ ചേർന്നിട്ടാണ് നമുക്ക് ട്രൈകസ്പിഡ് വാൽവ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോൾ 3 ഇങ്ങനത്തെ കസ്പിഡുകളാണ്. ആൻഡ് ബൈകസ്പിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കസ്പിഡ് ഉള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? റൈറ്റ് ഏട്രിയത്തിലാണ് ട്രൈകസ്പിഡ് വാൽവ് കാണുക. ബൈകസ്പിഡ് വാൽവ് നമുക്ക് കാണാൻ പറ്റുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലാണ്. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് വാൽവ് എന്ന് പറയുന്നത് സെമി ലൂണാർ വാൽവാണ്. സെമി ലൂണാർ എന്ന് പറയുമ്പോൾ തന്നെ ഹാഫ് മൂൺ ഷേപ്ഡ് അല്ലേ, ഹാഫ് മൂൺ ഷേപ്ഡ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ വാൽവ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊരു മൂണാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മുടെ സെമി ലൂണാർ വാൽവ് ഇരിക്കുന്നത്. എവിടെയാണ് ഈ സെമി ലൂണാർ വാൽവ് നമുക്ക് കാണാൻ പറ്റുക? യെസ്, അയോട്ടയിലും അതുപോലെ തന്നെ പൾമണറി ആർട്ടറിയിലും നമുക്ക് സെമി ലൂണാർ വാൽവ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ കണ്ടക്ഷനാണ് നമ്മൾ പറയുന്നത്. ഹാർട്ട് ബീറ്റ് നമുക്കറിയാം അല്ലേ, ലബ് ഡബ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ടാവുന്നത്. അതിൻ്റെ ഒറിജിനേഷൻ അല്ലെങ്കിൽ ആ ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഹാർട്ട് ഈസ് മയോജെനിക്. മയോജെനിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസിൽസിനെ ആ ഹാർട്ടിന് തന്നെ, ആ ഒരു ഓർഗന് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഇമ്പൾസസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹാർട്ടിൽ നിന്ന് തന്നെയാണ്. അത് ഹാർട്ടിലൂടെ തന്നെ, ഹാർട്ടിൻ്റെ വോൾസിലൂടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഹാർട്ടിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ അതിനെയാണ് മയോജെനിക് എന്ന് പറയുന്നത്. ആൻഡ് ഈ മയോജെനിക് എന്ന് പറയുമ്പോൾ അവിടെ കുറേ നോഡൽ ടിഷ്യൂസ് വരും. ഈ നോഡൽ ടിഷ്യൂസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ആ കണ്ടക്ഷൻ നടക്കുന്നത് നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോഡൽ ടിഷ്യൂസ് എക്സൈറ്റബിൾ ആവും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൾസസ് അല്ലെങ്കിൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, കണ്ടക്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനോ ഏട്രിയൽ നോഡാണ് അല്ലെങ്കിൽ SA നോഡ്. ഇപ്പോൾ പറഞ്ഞില്ലേ കുറേ നോഡൽ ടിഷ്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ SA നോഡാണ് നമ്മുടെ നമ്പർ 1 എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ SA നോഡിനെ എന്താ വിളിക്കുക? പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഇത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക്
സൈനോ ഏട്രിയൽ നോഡ് കാണാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ആളാണ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ AV നോഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് പറയുന്നത് നമ്മുടെ വെൻട്രിക്കിളിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് കാണുന്നത്. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് ഏട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ കാണാൻ പറ്റും. AV ബണ്ടിലുണ്ട്. അതിനുശേഷം ബണ്ടിൽ ഓഫ് ഹിസും കൂടി ഉണ്ട് കേട്ടോ. ബണ്ടിൽ ഓഫ് ഹിസ്, ഇവിടെ ബണ്ടിൽ ഓഫ് ഹിസ്. അതിനുശേഷം പർക്കിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് കണ്ടക്ഷൻ പോകുന്നത്? ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കണ്ടക്ഷൻ പോകുന്നത്. SA നോഡ് ടു AV നോഡ്, AV നോഡ് ടു AV ബണ്ടിൽ ടു ബണ്ടിൽ ഓഫ് ഹിസ് ആൻഡ് ബണ്ടിൽ ഓഫ് ഹിസ് ടു പർക്കിഞ്ചി ഫൈബേഴ്സ്. ഇങ്ങനെയാണ് ആ കണ്ടക്ഷൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ SA നോഡ് എവിടെയാണ് കാണപ്പെടുന്നത്? റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ കോർണറിലാണ് നമുക്ക് ഈ ഒരു നോഡ് കാണാനായിട്ട് പറ്റുന്നത്, നോഡൽ ടിഷ്യൂ. അപ്പോൾ അവിടെ നിന്നാണ് ഇമ്പൾസസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, കാർഡിയാക് ഇമ്പൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നു. AV നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം, അല്ലെങ്കിൽ നമ്മുടെ വെൻട്രിക്കിളുമായിട്ട് ചേർന്നിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലാണ് ആരൊക്കെയാണ് നമ്മുടെ AV നോഡിനെ കാണാൻ പറ്റുന്നത്. ഇനി AV ബണ്ടിലെ ഫോം ഫ്രം AVN, അതായത് AV നോഡിൽ നിന്ന് ഫോം ചെയ്യുന്നു, പാസസ് ത്രൂ ദി ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു സെപ്റ്റം ഉണ്ടല്ലോ, അതിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇന്നർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലൂടെയാണ് ബാക്കിയുള്ള കണ്ടക്ഷൻ നടക്കുന്നത്. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് പർക്കിഞ്ചി ഫൈബേഴ്സ് ആണ്. ആൻഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ് ഓഫ് AV ബണ്ടിൽ. ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ നമ്മുടെ ഹാർട്ട് ആണെങ്കിൽ ഹാർട്ടിന് 4 ചേംബർ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ? വിചാരിക്കല്ല, ഹാർട്ടിന് 4 ചേംബറാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ അപ്പർ കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഈ ഒരു വാൾ എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്നെസ് ഉള്ള വാളാണ്. അതായത് വെൻട്രിക്കുലാർ വാളാണ്, അതിന് കുറച്ചധികം തിക്നെസ് ഉണ്ട് ഏട്രിയം വാളിനേക്കാളും. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും മക്കളെ? എങ്ങനെയാണിത് മൂവ് ചെയ്യുന്നത്? ഇതിലേ വന്ന് ഇങ്ങനെ 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 പോവും. ഇനി ഇവിടെ നിന്ന് ബ്രാഞ്ച് ചെയ്ത് ഇങ്ങനെ പോവും. അങ്ങനെ ഇവിടുന്ന് ബ്രാഞ്ച് ആയിട്ടാണ് പോകുന്നത് കേട്ടോ നമ്മുടെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മുടെ കാർഡിയാക് സൈക്കിളാണ്. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു റിതം അല്ലേ? നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എക്സിബിറ്റ് റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ആ നമ്മുടെ കോൺട്രാക്ഷനും ഉണ്ട്, റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നിട്ടാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.8 സെക്കൻഡാണ്. നമുക്കറിയാം 1 മിനിറ്റിൽ 72 ടൈംസ് ആണ് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ അടിക്കുന്നത് അല്ലേ? അപ്പോൾ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയുമാണ്. അപ്പോൾ ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.8 ആണ്. നമ്മുടെ 72 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ നമുക്കത് കിട്ടും. ഓക്കെ, ഇനി ഏട്രിയൽ സിസ്റ്റോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത് ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആൻഡ് ജോയിന്റ് ഡയസ്റ്റോൾ. ഇത് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? കാർഡിയാക് സൈക്കിളായിട്ട് മാറുന്നത്. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മുകളിലത്തെ ഭാഗമാണല്ലോ ഏട്രിയം എന്ന് പറയുന്നത്. മുകളിലത്തെ 2 ചേംബറാണ് ഏട്രിയം. അത് രണ്ടും കൂടെ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യും. അത് കോൺട്രാക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഏട്രിയൽ സിസ്റ്റോൾ. അതിന് ഒരു 0.1 സെക്കൻഡ് ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് എങ്ങോട്ടേക്ക് വരും? വെൻട്രിക്കിളിൻ്റെ അകത്തോട്ട് ഇങ്ങനെ തള്ളി കയറി വരും അല്ലേ? വെൻട്രിക്കിളിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ബ്ലഡ് വരും. അപ്പോൾ എന്ത് ചെയ്യും? വെൻട്രിക്കിൾ നമ്മളെ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ വെൻട്രിക്കിളിൻ്റെ കോൺട്രാക്ഷൻ സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.3 സെക്കൻഡാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? ഈ തിരിച്ച് നമ്മുടെ ഒരു ബ്ലഡിന് എപ്പോഴും ഒരു ബാക്ക് ഫ്ലോയ്ക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ ബാക്ക് ഫ്ലോ തടയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ എന്തുള്ളത്? വാൽവ്സ് ഉള്ളത്. വാൽവ്സ് ക്ലോസ് ആവുന്നു. ആൻഡ് അടുത്തതായിട്ട് നമ്മുടെ വെൻട്രിക്കിൾ നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് എരച്ച് എവിടേക്ക് കയറും? നമ്മുടെ ആർട്ടറീസിലോട്ട് കയറും. അപ്പോൾ ആർട്ടറീസിലോട്ട് കയറുമ്പോൾ നമ്മുടെ തിരിച്ച് ആർട്ടറിയിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സെമി ലൂണാർ വാൽവ്സ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ സെമി ലൂണാർ വാൽവ്സും ക്ലോസ് ആവുന്നതാണ്. ഇനി അതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഏതൊക്കെ ആർട്ടറീസാണ് വരുന്നത്? നമുക്ക് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പോകുന്ന ആർട്ടറിയാണ് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പോകുന്ന ആർട്ടറിൻ്റെ പേരെന്താണ്?
അയോട്ട എന്ന് പറയുന്ന മഹാധമനി എന്ന് പറയുന്ന ആർട്ടറിയാണ്. ആൻഡ് നമുക്ക് അടുത്തായിട്ട് ജോയിൻറ്റ് ഡയസ്റ്റോൾ ആണുള്ളത്. ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടും കോൺട്രാക്ട് ചെയ്തതിന് ശേഷം രണ്ടും ഒരുമിച്ചാണ് എന്താണ് ചെയ്യുന്നത്, റിലാക്സ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കുന്നത്. അതാണ് 0.4 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ളത്. ആൻഡ് നമ്മൾ അടുത്തായിട്ട് ഹാർട്ട് റേറ്റിലോട്ടാണ് പോകുന്നത്. ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മിനിറ്റിൽ എത്ര തവണ ഹാർട്ട് എന്താ പറയുക ബീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് 72 മിനിറ്റ്സ് പെർ മിനിറ്റ് ആണ് ഒരു ഹെൽത്തി ഹ്യൂമനിൽ ഉണ്ടാവുക. ആൻഡ് സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് ഔട്ട് ഓഫ് ദി ഈച്ച് വെൻട്രിക്കിൾ പെർ ഹാർട്ട് ബീറ്റ് ഈസ് കോൾഡ് സ്ട്രോക്ക് വോളിയം. അപ്പോൾ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ പമ്പിങ്ങിലും, അതായത് ഓരോ തവണയും ഇങ്ങനെ വെൻട്രിക്കിളിൽ നിന്നും പുറത്തോട്ട് വരുന്ന ബ്ലഡിൻ്റെ അളവാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അത് ഏകദേശം 70 മില്ലി ആണ്. അപ്പോൾ 70 മില്ലി ആണ് നമ്മുടെ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രോക്ക് വോളിയത്തിനെ ഹാർട്ട് റേറ്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര തവണ നമ്മുടെ ഹാർട്ട് അടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു തവണ അടിക്കുമ്പോൾ എത്ര വരുന്നുണ്ട്, നമ്മുടെ 70 മില്ലി വരുന്നുണ്ട്. അപ്പോൾ 70 മില്ലി ഇൻറ്റു 72 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും നമുക്ക്? ഏകദേശം ഒരു 5000 മില്ലി അതായത് 5 ലിറ്റർ ബ്ലഡാണ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ടിലൂടെ പുറത്തോട്ട് വരുന്നത്, അല്ലെങ്കിൽ വെൻട്രിക്കിളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ വരുന്നത്. ആ കയറി ഇറങ്ങുന്ന എമൗണ്ട് ബ്ലഡ് ഒരു മിനിറ്റിൽ 5 ലിറ്റർ ആണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പോൾ ഇത് കാർഡിയാക് ഔട്ട്പുട്ടും പിന്നെ സ്ട്രോക്ക് വോളിയം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. സ്ട്രോക്ക് വോളിയം ഒറ്റൊരു ഹാർട്ട് ബീറ്റിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഒറ്റൊരു ഔട്ട്പുട്ടിൻ്റെ സമയത്തുള്ളതാണ്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ മിനിറ്റിലുള്ളതാണ്. ഓക്കെ, ഇനി ഹാർട്ടിൻ്റെ സൗണ്ട്സിലേക്ക് പോവാണ്. നമ്മുടെ ലബ് സൗണ്ടും ഡബ് സൗണ്ടുമാണ്. ഫസ്റ്റ് സൗണ്ടാണ് അല്ലേ, ഹാർട്ട് സൗണ്ടാണ് ലബ് സൗണ്ട്. ഇതെങ്ങനെ കേൾക്കുന്നതാണ്? നമ്മുടെ സിസ്റ്റോൾ, നമ്മുടെ ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ആ സൗണ്ടാണ് ലബ് എന്ന് പറയുന്ന സൗണ്ട്. ആൻഡ് ഡബ് എന്ന് പറയുന്ന സൗണ്ടോ നമ്മുടെ ഡയസ്റ്റോളിക് സൗണ്ടാണ്. അത് ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്, നമുക്കറിയാം നമ്മുടെ ആ ഒരു ആർട്ടറീസിൽ ഉണ്ടാകുന്ന സെമി ലൂണാർ വാൽവ്സ് ക്ലോസ് ആവുന്ന സമയത്താണ് നമുക്ക് ഡബ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് പോകുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫിലേക്കാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെഷീന് പറയുന്ന പേരാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ECG ആണ് കേട്ടോ. ECGൻ്റെ റീഡിങ്ങിനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഈ മെഷീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? നമ്മുടെ ആ ഒരു ഹാർട്ടിൻ്റെ റിതം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നമ്മുടെ ഹാർട്ട് റിതം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിലൊരു P വേവ് ഉണ്ടാവും, ഒരു QRS കോംപ്ലക്സ് ഉണ്ടാവും, T വേവ് ഉണ്ടാവും. അപ്പോൾ ഈ 3 പേരും കൂടെ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ 3 സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ECG എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് P വേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മക്കളെ? ഡീപ് പോളറൈസേഷൻ ഓഫ് ഏട്രിയ. ബോത്ത് ഏട്രിയയും അങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഡീപോളറൈസേഷൻ നടക്കുന്നത്. അതാണ് P വേവ് സൂചിപ്പിക്കുന്നത്. ഇനി QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. അതായത് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യില്ലേ, നമ്മൾ പറഞ്ഞു അല്ലേ, ഏട്രിയൽ കോൺട്രാക്ഷൻ, വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ആൻഡ് ജോയിൻറ്റ് ഡയസ്റ്റോൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു ഡീപോളറൈസേഷൻ ആണ്. ആൻഡ് T വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. അപ്പോൾ നമ്മുടെ വെൻട്രിക്കിൾസ് പഴയ സ്ഥിതിയിലേക്ക് ആകുകയാണ്. അതായത് ഒരു എന്താ പറയുക, ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്ന ആ സമയമില്ലേ, ആ സമയത്തുള്ളതാണ് നമ്മുടെ T വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 എണ്ണം കൂടെ ചേർന്നിട്ടാണ് ECG ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ECG എവിടെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ആംഗിൾസിൽ, റിസ്റ്റിൽ, പിന്നെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റീഡിങ് ഓഫ് ECG കിട്ടുള്ളൂ. ഓക്കെ, ഇനി യൂസസ് ഓഫ് ECG നമുക്കറിയാം. എന്തെങ്കിലും ഹാർട്ടിന് ഡിസീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ECG യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ബ്ലഡ് വെസൽസിനെ പറ്റിയാണ് പറയുന്നത്. ആർട്ടറീസും വെയിൻസും ചേർന്നിട്ടാണ് ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്നത്. ആൻഡ് മസ്കുലർ വോൾ ഉണ്ട് അല്ലേ, ഈ ആർട്ടറീസിനും വെയിൻസിലെല്ലാം ഉണ്ടാകുന്ന മസ്കുലർ വോൾസ് ഉണ്ട്. അതിൻ്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേർണ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ട്യൂണിക്ക ആഡ് ചെയ്താൽ മതി. ഇൻറ്റിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തുള്ള ലെയർ, മീഡിയ എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ലെയർ, ആൻഡ് എക്സ്റ്റേർണ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ലെയർ. അങ്ങനെ 3 ലെയർ ചേർന്നിട്ടാണ് ആ ഒരു 3 ലെയർ ഓഫ് മസ്കുലർ വോൾസ് ഉണ്ട്.
ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഉള്ളത്. അപ്പോൾ ആ പേരുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി നമ്മൾ അടുത്തായിട്ട് ഡബിൾ സർക്കുലേഷനിലോട്ടാണ് പോകുന്നത്. ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ നമ്മുടെ ഹാർട്ട് അല്ലേ, നമ്മുടെ ഹാർട്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഹാർട്ട് മിസ് ഇങ്ങനെ ഹാർട്ട് വരയ്ക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. മിസ് വളരെ വലിയൊരു വരക്കാരി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വരച്ച് വയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് മനസ്സിലായ പോരെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം, ഇതാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ റൈറ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ഇടയിൽ ആരാളുള്ളത്? ട്രൈ കസ്പിഡ് വാൽവ 3 എണ്ണം ഞാൻ വരച്ചു വയ്ക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ നമുക്ക് ബൈ കസ്പിഡ് വാൽവാണ് കാണുന്നത്. അപ്പോൾ ഞാൻ 2 എണ്ണമായിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വാൽവ് കാണാൻ പറ്റും അല്ലേ. ഇനി നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാ മക്കളെ? റൈറ്റ് ഭാഗം എപ്പോഴും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നതാണ്. ഹാർട്ടിൻ്റെ റൈറ്റ് ഭാഗം ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നതാണ്. ആൻഡ് ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്ന ആരാന്നറിയാമോ? അതായത് നമുക്ക് ഈ ഒരു അയോട്ട പോലെ മഹാധമനി പോലെ മഹാസിരയുമുണ്ട്. ആ മഹാസിരകളുടെ പേരാണ് ഒന്ന് ഇൻഫീരിയർ വീനക്കാവ ആൻഡ് സുപ്പീരിയർ വീനക്കാവ. ഞാനിത് രണ്ടായിട്ട് ഇങ്ങനെ വരച്ചു വയ്ക്കാം. ഇൻഫീരിയർ വീനക്കാവ, സുപ്പീരിയർ വീനക്കാവ. അപ്പോൾ ഈ ഇൻഫീരിയർ വീനക്കാവ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ താഴെ ബോഡി പാർട്സിൽ നിന്ന് അല്ലേ, ഹാർട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗത്തു നിന്നും ഇൻപ്യൂർ ബ്ലഡിനെ അല്ലെങ്കിൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ടിഷ്യൂസിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നു. അത് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവയാണ് കൊണ്ടുവരുന്നത്. IV എന്ന് ഞാൻ എഴുതി. ആൻഡ് സുപ്പീരിയർ വീനക്കാവയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ മുകളിലുള്ള ആൾക്കാരിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്നത്. ആൻഡ് ഈ ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തി? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തി. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും നമ്മുടെ വാൽവ് തുറന്നു, റൈറ്റ് വെൻട്രിക്കിളിലെത്തി. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇവിടെയും ഉണ്ടല്ലേ നമ്മുടെ ഒരു ആർട്ടറി പോകുന്നുണ്ടല്ലേ. ഈ ആർട്ടറീൻ്റെ പേരാണ് എന്ത്? പൾമൊണറി ആർട്ടറി. പൾമൊണറി ആർട്ടറി, PA എന്ന് ഞാൻ എഴുതുന്നുണ്ട്. പൾമൊണറി ആർട്ടറി ആണിത്. ഈ പൾമൊണറി ആർട്ടറിയിൽ അപ്പോൾ എന്ത് ബ്ലഡാണ് ഉള്ളത്? ഇംപ്യൂർ ബ്ലഡാണ് ഉള്ളത്. അപ്പോൾ എല്ലാ ആർട്ടറീസും പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുമ്പോൾ നമ്മുടെ പൾമൊണറി ആർട്ടറി മാത്രം എന്താണ്? ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പൾമൊണറി ആർട്ടറിയിലൂടെ ഡിയോക്സിനേറ്റഡ് ബ്ലഡാണ്. ആൻഡ് ഈ ആർട്ടറി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ലങ്സിലോട്ടാണ് പോകുന്നത്. കാരണം എന്താണ്? അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബ്ലഡിനെ ഒന്ന് നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അതായത് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ട് കൊടുത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന ആളാണ് എന്ത്? പൾമൊണറി വെയിൻ. പൾമൊണറി വെയിൻ PV എന്ന് ഞാൻ എഴുതുന്നു. പൾമൊണറി വെയിൻ ആണ് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്നത് എങ്ങോട്ടാ? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് എപ്പോഴും എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡാണ് അല്ലെങ്കിൽ പ്യുവർ ബ്ലഡാണ്. ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുവന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ബൈ കസ്പിഡ് വാൽവ്, 2 കസ്പിഡുകളും ഇങ്ങനെ തുറന്നു തന്നു. എങ്ങോട്ടേക്ക് പോയി? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് കയറി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇപ്പോൾ ഇവിടെ ഇതിലൂടെ ഒഴുകുന്ന ബ്ലഡ് ഏതാ? ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അത് നമ്മുടെ മഹാധമനി അല്ലെങ്കിൽ അയോട്ട എന്ന് പറയും. അയോട്ട മഹാധമനി എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? നമ്മുടെ ബോഡി പാർട്സിലേക്ക്, ടിഷ്യൂസിലേക്കെല്ലാം ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഇങ്ങനെ എത്തിക്കും. ഇങ്ങനെ പിന്നെ വീണ്ടും കുറേ നമ്മുടെ ഓരോ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത് ഓരോരോ ആർട്ടറീസ് ആണ്. ആർട്ടറീസിൽ നിന്നും ആർട്ടീരിയോൾസ് ആയിട്ട് മാറും. ആർട്ടീരിയോൾസിൽ നിന്ന് ക്യാപ്പിലറീസ് ആയിട്ട് മാറും. ഇങ്ങനെ സ്പ്ലിറ്റായാണ് നമ്മുടെ ബോഡി പാർട്സിലേക്ക് ബ്ലഡ് എത്തുന്നത്, പ്യുവർ ബ്ലഡ് എത്തുന്നത്. പ്യുവർ ബ്ലഡ് എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാർട്ടിലൂടെ കയറി ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആദ്യം നമുക്ക് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോകാം. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും ഇംപ്യൂർ ബ്ലഡ് ആര് കൊണ്ടുവരുന്നു? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ ഹാർട്ടിൻ്റെ റൈറ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്നും എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ. ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട്, അതായത് നമ്മുടെ ഇംപ്യൂർ ബ്ലഡിൽ നിന്ന് നമ്മുടെ നമുക്ക് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ എന്താ ഇപ്പോൾ ഇരിക്കുന്നത്? ഇംപ്യൂർ ബ്ലഡാണ് ഇരിക്കുന്നത്. പൾമണറി ആർട്ടറി വഴി എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ നിന്നും എങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു? പൾമണറി വെയിൻ വഴി പ്യുവർ ബ്ലഡ് നമ്മുടെ ഹാർട്ടിലോട്ട് തിരിച്ചു വരുന്നു. ഇതാണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ എപ്പോഴും നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട വഴി വിവിധ നമ്മുടെ ബോഡി പാർട്സിലേക്ക് പോകുന്നു, ബോഡി ടിഷ്യൂസിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഇംപ്യൂർ ബ്ലഡ് നമ്മുടെ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീന കാവ റൈറ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു സർക്കുലേഷൻ നമ്മൾ വിളിക്കുന്നതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. മനസ്സിലായോ? അങ്ങനെ 2 ടൈപ്പ് ഓഫ് സർക്കുലേഷനാണ് നമ്മുടെ ഹാർട്ടിലുള്ളത്. ഇതിനെയാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടെ മിസ് പറഞ്ഞു തരാം. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ബോഡി പാർട്സിലോട്ട് പോകുന്നു. അവിടെ നിന്നും അതെന്താവും? ഓക്സിജനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും അല്ലേ? അവിടെ ഇംപ്യുവർ ആയിട്ട് തിരിച്ച് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഇംപ്യുവർ ആയിട്ട് തിരിച്ച് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ റൈറ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ റൈറ്റ് ഏട്രിയത്തിലോട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു റൈറ്റ് ഏട്രിയം ആണ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ നടക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പൾമണറി ആർട്ടറി നമ്മുടെ ലങ്സിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നതാണ് നമ്മുടെ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ടൈപ്പ് സർക്കുലേഷനാണ് നമുക്കുള്ളൂ. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആൻഡ് അതുകൂടാതെ നമുക്ക് പോർട്ടൽ സിസ്റ്റം ഉണ്ട്. പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളെല്ലാം ഹാർട്ടിൽ എത്തുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഹാർട്ടിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് 2 ഓർഗൻസ് തമ്മിലൊരു കണക്ടിവിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിവറും ഇൻറ്റസ്റ്റൈനും തമ്മിൽ അല്ലേ? ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മുടെ ലിവറിലോട്ട് നേരിട്ട് എത്തിക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ട്. കാരണം ആ ലിവറിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ടോക്സിക്സിനെ എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹാർട്ടിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ലിവറിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലിവറിലോട്ട് എത്തണം. ആ ഒരു സർക്കുലേഷനെ അങ്ങനെയുള്ള രീതിയിലുള്ള സർക്കുലേഷനെ പോർട്ടൽ സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പോർട്ടൽ സിസ്റ്റത്തിലെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് എന്ന് പറയുന്ന വേർഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് മക്കളെ? നമ്മുടെ ലിവറുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ലിവറുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് അതിന് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻറ്റസ്റ്റൈൻ ടു ലിവർ ആണ് നമ്മുടെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ആൻഡ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കൊറോണറി സർക്കുലേഷൻ ആണ്. കൊറോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലൂടെ ഇങ്ങനെ ഇത്രയും ബ്ലഡൊക്കെ കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും ഹാർട്ട് അതിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ആ ബ്ലഡ് അല്ല യൂസ് ചെയ്യുന്നത് അല്ലേ? ആ ബ്ലഡ് എടുക്കുന്നുണ്ടോ? അതിലൂടെ കയറി ഇറങ്ങുന്ന ബ്ലഡ് ഒരിക്കലും ഹാർട്ട് എടുക്കുന്നില്ല. ഹാർട്ടിന് സെപ്പറേറ്റ് ആയിട്ട് ബ്ലഡൊക്കെ കൊണ്ട് കൊടുക്കാൻ ആൾക്കാർ അവിടെ ഉണ്ട് അല്ലേ? കൊറോണറി ആർട്ടറീസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിലോട്ട് പോകുന്ന നമ്മുടെ റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മുടെ കാർഡിയാക് ആക്ടിവിറ്റീസ്, നമ്മുടെ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞൂലേ മയോജനിക് ആണ്, ഓട്ടോ റെഗുലേറ്റഡ് ആണ് നമ്മുടെ ഹാർട്ട് എന്നൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ഹാർട്ട് ആർ ഓട്ടോ റെഗുലേറ്റഡ് ആൻഡ് ബൈ ദ ഹേർട്ട് വിത്ത് ദ സ്പെഷ്യലൈസ്ഡ് മസിൽ ടിഷ്യൂസ്, നോഡൽ ടിഷ്യൂസ്. അവിടെ പറഞ്ഞില്ലേ എസ് ഐ നോഡ്, എ വി നോഡ്, എ വി ബണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ആൻഡ് കാർഡിയാക് ഫങ്ഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ ANS, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ലേ? അതും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ന്യൂറൽ സെൻറ്ററിൽ നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കട്ടയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടൈപ്പ് നെർവ്സ് ഉണ്ട് അല്ലേ? സിമ്പത്തറ്റിക് നെർവ്സും ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവ്സും ഉണ്ട്. അപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അതായത് പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കും അതും ആൻറ്റഗണസ്റ്റിക് ആക്ടിവിറ്റീസ് ആണ്. അതായത് ഒരാളത് ഡയലേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ കോൺട്രാക്ട് ചെയ്യും, ഒരാൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരാൾ ഡയലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള രീതിയിലാണ് ഇവരുടെ ഫങ്ഷനിങ് പോകുന്നത്. അപ്പോൾ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? ANS, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം നമ്മുടെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അഡ്രിനൽ മെഡുലറി ഹോർമോൺസ് can also increase the cardiac output. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിലുള്ള മെഡുല്ല റീജിയനിൽ വരുന്ന ഹോർമോൺസിനും എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഹാർട്ടിൻ്റെ റെഗുലേഷൻ ഫങ്ഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഓക്കെ, നമ്മൾ ഡിസോർഡേഴ്സിലേട്ടാണ് വരുന്നത്. നമ്മുടെ ഹാർട്ടിൻ്റെ ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ടുള്ള അല്ലേ, നമ്മുടെ പ്രായം ചെന്ന ആൾക്കാരിലൊക്കെ കാണുന്നതാണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, ഹൈ BP, പ്രഷറാന്ന് പറയില്ലേ, അതാണ് ഈ ഹൈ BP, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ ഹാർട്ടിൽ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ടല്ലോ. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120 mm മെർക്കുറിയാണ്. 120 mm Hg എന്ന് പറയുന്നത് മെർക്കുറി, 120 mm മെർക്കുറിയാണ്. ഡയസ്റ്റോളിക് പ്രഷർ, അതായത് റിലാക്സ് ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് 80 mm Hg ആണ്.
അപ്പോൾ ഇതിൽ നിന്നും വരുന്ന വേരിയേഷനാണ് നമ്മൾ ഡിസീസ് കണ്ടീഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 140/90 എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പർ ടെൻഷൻ ആ ഒരു കണ്ടീഷനിലോട്ടായി അല്ലേ. ഇനി ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അതായത് 120/80 പകരം ഒരു 100/60 അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്താണ്, അതൊരു ഹൈപ്പോ ടെൻഷനായിട്ട് മാറും. അല്ല, അതും ഒരു ഡിസീസ് കണ്ടീഷൻ തന്നെയാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടീരിയോസ്ക്ലിറോസിസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബ്ലഡ് വെസൽസിലെല്ലാം കൊളസ്ട്രോളിൻ്റെ ഡിപ്പോസിഷൻ, അതുപോലെ തന്നെ ഫാറ്റ്, കൊളസ്ട്രോൾ, കാൽഷ്യം ഇതെല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇതായിട്ട് മാറും, ഭയങ്കര റിജിഡായിട്ട് മാറും, വളരെ നാരോ ആയിട്ട് മാറും. അപ്പം നമുക്ക് ബ്ലഡ് അതിലൂടെ നന്നായിട്ട് പാസ് ചെയ്യാൻ പറ്റില്ല, അത് വളരെ നാരോവർ ആവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ നമ്മൾ പെട്ടു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മുടെ ആൻജൈനയാണ്. ആൻജൈന പെക്ടോറിസ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ഡിസീസാണ്. ഭയങ്കരമായിട്ടുള്ള ചെസ്റ്റ് പെയിൻ, അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, നമ്മുടെ ഹാർട്ട് മസിൽസിന് എന്ത് വേണം, ഓക്സിജൻ വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഏജ് കൂടുമ്പോഴാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ആൻഡ് അടുത്തതാണ് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്ങിലുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, കാർഡിയാക് അറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ ആൻജൈനയും വരുന്നുണ്ട്, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, ഇതൊന്നും ഒന്നല്ല കേട്ടോ. ആൻജൈന എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഹാർട്ട് ഫെയിലിയറിൽ വരുന്ന കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലങ്സിൻ്റെ കൺജഷൻ മൂലം നമുക്ക് ഹാർട്ടിനുണ്ടാകുന്ന പ്രശ്നമാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ആൻഡ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ദ ഹാർട്ട് മസിൽ സഡൻലി ഡാമേജ്, പെട്ടെന്നൊരു ഡാമേജ് വരുവാണ്. എന്തുകൊണ്ടാണ്, ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ വരുമ്പം അത് നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു വെസൽ നാരോ ആക്കും എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നാരോ ആക്കുമ്പോൾ നമ്മൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരും. അങ്ങനെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റെൻറ്റൊക്കെ ഇടില്ലേ, അതൊക്കെ ചെയ്യുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്, കാർഡിയാക് അറസ്റ്റ് ആണ്. പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ് അങ്ങ് സ്റ്റോപ്പായി പോകുന്നതിനാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായി പോയാൽ എന്താ സംഭവിക്കുക, നമ്മൾ പോയി അല്ലേ, നമ്മൾ തട്ടി പോകുന്നതിനാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ് നമ്മുടെ ഹാർട്ട് ഫെയിലിയറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് കൺഫ്യൂസിങ്ങും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്